ഇസ്രായേൽ വംശഹത്യയോട് ഇനിയും മൗനം പാലിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സ്പെയിൻ, നോർവേ, അയർലൻഡ് എന്നീ രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചത്. ഫലസ്തീൻ രാഷ്ട്രത്തോട് അന്താരാഷ്ട്ര സമൂഹത്തിനുള്ള അനുഭാവപൂർണമായ സമീപനം ലോകരാജ്യങ്ങളെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് കരുതേണ്ടത്. അതിൽ ആഗോള സമൂഹവും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹവും വഹിച്ച പങ്ക് അതിനിർണായകമായി. 143 ലോകരാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമ്പോഴും അമേരിക്കയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേൽ നരാധമന്മാരെ പിന്തുണയ്ക്കുന്ന സമീപനം തുടരുകയാണ്. ഫലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനം നടന്ന് പതിറ്റാണ്ടുകളായിട്ടും അംഗീകരിക്കാൻ മടിച്ചുനിന്ന യൂറോപ്പ് ഒടുവിൽ കൂട്ടമായി അംഗീകാരം അറിയിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. ഫ്രാൻസ്, ജർമ്മനി എന്നിവ ഉടൻ അംഗീകാരം നൽകാനാവില്ലെന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫലസ്തീൻ മധ്യസ്ഥ വിഷയങ്ങളിൽ കാലങ്ങളായി മുന്നിൽ നിൽക്കുന്ന നോർവേ പുതിയ പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേലിനെതിരെ ലോകം കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നുവെന്ന സൂചന നൽകുന്നതാണ്. അമേരിക്കയും പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ നരവേട്ടയ്ക്ക് ആയുധം നൽകി പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും സയനിസ്റ്റുകൾക്കെതിരായ വികാരം ശക്തിയാർജിക്കുന്നതോടെ US-ഉം കുരുക്കിലാകും. കഴിഞ്ഞ ഡിസംബർ മുതൽ ഇസ്രായേലിനെതിരെ രൂക്ഷ പ്രതികരണവുമായി രംഗത്തുള്ള സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ആണ് ഇസ്രായേലിനെ ശരിക്കും കുരുക്കിയ പുതിയ അംഗീകാര പ്രഖ്യാപനത്തിലെത്തിച്ചത്. അതേസമയം ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾക്ക് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഉദ്ദേശം സ്പെയിൻ പിന്തുടരുകയാണെങ്കിൽ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അതിനെതിരെ സമാന നടപടി സ്വീകരിക്കുമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. അയർലൻഡിനും നോർവേയ്ക്കും ഞാൻ വ്യക്തമായ സന്ദേശം നൽകുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും അപകടത്തിലാക്കുന്നവരുടെ മുൻപിൽ ഇസ്രായേൽ നിശബ്ദത പാലിക്കില്ല. ഐറിഷ് നോർവീജിയൻ വിഡ്ഢിത്തം ഞങ്ങളെ പിന്തിരിപ്പിക്കില്ല. രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷ പുനഃസ്ഥാപിക്കുക, ഹമാസിനെ തകർക്കുക, ബന്ദികളെ നാട്ടിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഹോളോകോസ്റ്റിന് ശേഷം ഏറ്റവും വലിയ യഹൂദ കൂട്ടക്കൊലയാണ് ഹമാസ് ഭീകര സംഘടന നടത്തിയത്. ലോകം കണ്ട നികൃഷ്ടമായ ലൈംഗിക കുറ്റകൃത്യങ്ങളും അവർ നടത്തി. എന്നിട്ടും ഈ രാജ്യങ്ങൾ ഫലസ്തീന് അംഗീകാരം നൽകിയത് അംഗീകരിക്കാനാവില്ലെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ ഉയർത്തിയ കടുത്ത പ്രതിഷേധങ്ങളും മുന്നറിയിപ്പുകളും അവഗണിച്ചാണ് സ്പെയിൻ, നോർവേ, അയർലൻഡ് രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത്. മെയ് 28-ന് ഈ രാജ്യങ്ങൾ തങ്ങളുടെ തീരുമാനം ഔപചാരികമായി പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നോർവേയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് തന്റെ രാജ്യവും ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത്. പിന്നാലെ 3 രാജ്യങ്ങളിലെയും അംബാസിഡർമാരെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിരുന്നു. 3 രാഷ്ട്രങ്ങൾ ഫലസ്തീന് അംഗീകാരം നൽകിയതിന് പിന്നാലെ ജെറുസലേമിൽ മസ്ജിദുൽ അക്സ സമുച്ചയത്തിനകത്ത് കടന്നുകയറി ഇസ്രായേൽ ദേശസുരക്ഷാ മന്ത്രി ഇത്തമർ ബെൻഗ്വീർ വെല്ലുവിളി ഉയർത്തിയതും ഏറെ ശ്രദ്ധേയമായി. വിശുദ്ധ ഭൂമി ഇസ്രായേൽ രാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പ്രഖ്യാപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കം. ഫലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്താൻ പോലും അനുവദിക്കില്ലെന്നും ഇത്തമർ ബെൻഗ്വീർ പറഞ്ഞു. ബെൻഗ്വീറിനെ അനുഗമിച്ച് വൻ പോലീസ് സാന്നിധ്യവും അൽ അക്സ സമുച്ചയത്തിൽ വിന്യസിച്ചിരുന്നു. ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇസ്രായേൽ സമ്മർദ്ദത്തിലാകുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രിമാരായ ഇസ്രായേൽ കാറ്റ്സിന്റെയും ഇത്തമർ ബെൻഗ്വീറിന്റെയും പ്രതികരണങ്ങൾ.